ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഈ ചോക്ലേറ്റിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെൽ ഐക്കൺ കൂടി വരും. അപ്പോൾ ആ ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നല്ല ക്ലീൻ ആയിരിക്കണം, ഒട്ടും നനവൊന്നും കാണരുത്. നമുക്ക് ആദ്യം ഐസിങ് ഷുഗർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് നമ്മുടെ പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതാണ് ഐസിങ് ഷുഗർ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, എന്താണ് ഐസിങ് ഷുഗർ. ശരിക്കും ചിലവരൊക്കെ മാർക്കറ്റിൽ പോയി മേടിക്കാറുണ്ട്. ഒരുപാട് കോസ്റ്റ്ലിയാണ് പുറത്തു നിന്നും മേടിക്കുമ്പോൾ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഐസിങ് ഷുഗർ. ഇനി ഈ ഐസിങ് ഷുഗറിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ കൊക്കോ പൗഡർ, പാൽപ്പൊടി, ഐസിങ് ഷുഗർ എല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു പ്രധാന സ്റ്റെപ്പാണെന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ചോക്ലേറ്റ് നല്ല സ്മൂത്തായിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാൻ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ഒരു തരിതരിപ്പ് പോലെ തോന്നും, ഒരു സ്മൂത്ത്നെസ് കാണത്തില്ല. അപ്പം ഞാനാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ ശരിക്കും നല്ല സ്മൂത്തായിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഞാൻ ഒരു കുഞ്ഞു പീസ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ചേർക്കുന്നത് മറ്റൊന്നുമല്ല, ഇതിൽ ഓൾറെഡി കൊക്കോ ബട്ടറും ചോക്ലേറ്റ് ഫ്ലേവേഴ്സൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടി നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ്, അതിനോടടുപ്പമുള്ളൊരു ടേസ്റ്റൊക്കെ കിട്ടും. അത്രയും ടേസ്റ്റ് എന്ന് ഞാൻ പറയില്ല, അതിനോടടുപ്പമുള്ളൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കുഞ്ഞു പീസ് ചോക്ലേറ്റ് ചേർക്കുക. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തത്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഇനി വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കുഞ്ഞു പീസ് ചോക്ലേറ്റ് കൂടി ചേർക്കുക, വളരെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡാൽഡയാണ്. ഡാൽഡ ഞാൻ എടുത്തേക്കുന്നത് 6 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ ആണ് 1/4 കപ്പ്. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് എടുത്തേക്കുന്നത്. ഡാൽഡയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് മുമ്പൊരു ചോക്ലേറ്റ് റെസിപ്പി ഇട്ടിരുന്നു, അതിൽ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഡാൽഡ എടുത്തു എന്നേ ഉള്ളൂ. ശരിക്കും നന്നായിട്ട് നമുക്ക് ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് കിട്ടും ഡാൽഡ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാം. അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, അതിൻ്റെ മുകളിൽ ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് മെൽറ്റ് ചെയ്യുക. കുറച്ച് നേരം ഇളക്കിയൊന്നും കൊടുക്കരുത്, നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് മെൽറ്റായിട്ട് വരിക, ആ ചൂടൊക്കെ തട്ടി മെൽറ്റായി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് ഇതങ്ങ് മെൽറ്റായി കിട്ടുക, ആ ചൂട് തട്ടുമ്പോൾ മെൽറ്റായിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും ഇറക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു മിശ്രിതം, നമ്മുടെ ഐസിങ് ഷുഗറും കൊക്കോ പൗഡറും എല്ലാം കൂടെ അടിച്ച് വെച്ചതിനകത്തേക്ക് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. 1-2 മിനിറ്റ് എടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് കൂടി ഒന്ന് നോക്കട്ടെ.
നല്ല സ്മൂത്തായിട്ടുണ്ട്, പക്ഷേ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ചുകൂടി മധുരം ചേർത്തോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തേക്കാം. നമുക്കൊരു മോൾഡിലോട്ട് ഇത് മാറ്റാം. ശരിക്കും പെട്ടെന്ന് മാറ്റുക, കാരണം ഇപ്പം തന്നെ ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക ഇതുപോലെ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. 1-2 മണിക്കൂർ റൂമിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് മാറ്റി അടച്ച് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, 1-2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് എന്തായാലും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂറൊന്നും എടുത്തിട്ടില്ല, 1.5 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു മോൾഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ചോക്ലേറ്റ്. ഇനി നിങ്ങൾക്ക് സാധാരണ ടിന്നിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുക, എന്നാലേ പെട്ടെന്ന് റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് റൂമിൽ വെക്കുമ്പോൾ മെൽറ്റ് ആവില്ല, കാരണം നമ്മൾ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിന്നിലാക്കി ഈ ഒരു ചോക്ലേറ്റ് കുറച്ച് ഒരാഴ്ച 1-2 ആഴ്ചയോളം സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ അമർത്തി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.